പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് എന്തൊക്കെ കിട്ടും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തൊക്കെ പദ്ധതികൾ കേന്ദ്ര ബജറ്റിലുണ്ട്? കൈത്തറി മേഖല പ്രതീക്ഷിക്കുന്നുണ്ട്, റിബേറ്റ്, വെട്ടിക്കുറച്ച മാർക്കറ്റിംഗ് ഇൻസെന്റീവ്, അസംസ്കൃത വസ്തുക്കൾക്കുള്ള സബ്സിഡി. അപ്പോൾ ഇങ്ങനെ 100 ആവശ്യങ്ങൾ. കണ്ണൂരിൽ നിന്നും അത് സജോ ദേവസ്യ പറയുകയാണ്. എന്തൊക്കെയാണ് ആ മേഖലയുടെ ആവശ്യങ്ങൾ? പരമ്പരാഗത വ്യവസായ മേഖലയായ കൈത്തറി ഇപ്പോൾ കിതപ്പിലാണ്. പ്രധാനമായും റിബേറ്റ്, മാർക്കറ്റ് ഇൻസെന്റീവ്, സബ്സിഡി എന്നിവയിലുള്ള കുറവാണ്, അതിലെ കേന്ദ്ര വിഹിതത്തിലെ കുറവാണ് വലിയ തോതിൽ പ്രതിസന്ധിയാകുന്നത് എന്നതാണ് കൈത്തറി മേഖലയുള്ളവർ പറയുന്നത്. 10% കേന്ദ്ര വിഹിതം ഇപ്പോൾ ലഭ്യമാകുന്നില്ല. മാർക്കറ്റ് ഇൻസെന്റീവിലും ഇടിവുണ്ടായി. ഒപ്പം അസംസ്കൃത വസ്തുക്കളുടെയും വിലവർദ്ധനവ്, അതായത് നൂലുൾപ്പെടെയുള്ള അസംസ്കൃത വിലവർദ്ധനവുണ്ട്. വിലവർദ്ധനവുണ്ട്. അക്കാര്യത്തിൽ സബ്സിഡി ലഭ്യമാകണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് 3-4 കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് പരമ്പരാഗത മേഖല, പ്രത്യേകിച്ച് കൈത്തറിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അസംസ്കൃത വസ്തുക്കൾക്ക് സബ്സിഡി കൊടുക്കുന്ന ഒരു നിലപാടെടുത്തിരുന്നു. അതിപ്പോൾ കേന്ദ്രം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇപ്പോഴേ നമ്മുടെ യാണുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, നൂലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് NHDCയിൽ നിന്ന് വളരെ സബ്സിഡിയോടുകൂടി നൂല് കിട്ടിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ NHDCയുടെ നമ്മുടെ കണ്ണൂരിലുള്ള ഓഫീസ് ബാംഗ്ലൂരിലേക്ക് മാറ്റിയതിന് ശേഷം ഇപ്പോഴും നമുക്ക് നൂല് ഫണ്ട് കൊടുത്താലും ഏതാണ്ടൊരു 2 മാസത്തിലേറെ സമയം കഴിഞ്ഞാൽ മാത്രമാണ് ലഭ്യമാകുന്നത്. ഒപ്പം ആഭ്യന്തര ആഗോള വിപണിയിലെ വെല്ലുവിളികൾ നേരിടാൻ കേന്ദ്രീകൃതവും സമഗ്രവുമായ പദ്ധതിയും ആവശ്യമുണ്ട്. ഒപ്പം വിപണി വിപുലീകരണം, കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിപണനം സുഗമമാക്കൽ, ഒപ്പം സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, ഈ മേഖലയിലുള്ളവർക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയും പ്രതീക്ഷിക്കുന്നു. ലോകത്തിലെ എല്ലാ സ്ഥലത്തും പരമ്പരാഗത മേഖലക്കകത്ത് സബ്സിഡി അനുവദിക്കാറുണ്ട്. ആ സബ്സിഡി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിർത്തിയിരിക്കുകയാണ്. അതുപോലെ മാർക്കറ്റിംഗ് ഇൻസെൻറ്റീവ് ലഭ്യമാകുന്നില്ലെന്ന് മാത്രമല്ല, നമുക്ക് റിബേറ്റ് ഇനത്തിൽ 10% നൽകിയിരുന്നത് ഇപ്പോൾ ലഭ്യമാകാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് പരമ്പരാഗത മേഖലയെ സംരക്ഷിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ ശക്തമായി നിലനിൽക്കാനും തുടരാനും ആധുനികവൽക്കരണത്തിനുമൊക്കെയുള്ള കേന്ദ്ര സഹായമാണ് കൂടുതലായി കൈത്തറി മേഖലയിലുള്ളവർ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ബജറ്റിൽ അവർ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്.